ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമോ, ഫെബ്രുവരി 14 മുന്നേ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമോ എന്നൊരു റീഡിങ്സാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് കണക്റ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ളത് വിട്ടേക്കുക. ഓക്കെ, മൈൻഡ് പോസിറ്റീവ് ആൻഡ് കാമായിട്ട് വയ്ക്കുക. പോസിറ്റീവ്സിനെ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിൻ്റെ പേര് മൈൻഡിലേക്ക് ഒരു 3 പ്രാവശ്യം പറയുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മൈൻഡിലേക്ക് കൊണ്ടുവരിക. Ace of Wands, Sun card, 7 of Cups, 6 of Cups, Page of Swords, King of Cups, 10 of Pentacles, Star card, Temperance, 3 of Wands. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് എംപ്രസ് കാർഡാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഓവറോൾ കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് വന്നിട്ടുള്ളത് ഏസ് ഓഫ് വാണ്ട്സ് ആണ്. അതായത് ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ഓക്കെ, നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോണ്ടാക്റ്റ് ചെയ്യും എന്നുള്ളൊരു പോസിറ്റീവ് കാർഡ് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അവർ ഇതിനുള്ള ആക്ഷൻസ് അവർ എടുക്കും. എത്രയും പെട്ടെന്നൊരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് ഫസ്റ്റ് കാർഡിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ കോൾ ചെയ്യുന്നതായാലും ടെക്സ്റ്റ് ചെയ്യുന്നതായാലും അതിനെക്കുറിച്ച് അവർ എന്താ പറയുക, ആലോചിക്കുന്നുണ്ട്. ഇതുവരെ ആക്ഷൻസ് എടുത്തിട്ടില്ല, ബട്ട് ഉടനെ ഒരു ആക്ഷൻ അവരിൽ നിന്നും പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് നമുക്ക് സൺ കാർഡ് വന്നിട്ടുണ്ട്. അതും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്, ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒക്കെ കാർഡാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു എന്താ പറയുക, തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ഇതൊക്കെ തിരിച്ച് നിങ്ങൾക്ക് വരാൻ പോകുന്നു. ആൻഡ് എല്ലാം മറന്ന് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ്, ന്യൂ ഹാപ്പിനെസ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ഔട്ട് ആവാൻ പോകുന്നു. നെക്സ്റ്റ് 7 ഓഫ് കപ്സ്. അതൊരു എന്താ പറയുക, ഓവർ തിങ്കിങ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരുപാട് ചോയ്സസ് ഉണ്ട്. അതിൽ എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയാണ്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് കറൻ്റ്ലി. ആൻഡ് നിങ്ങളിലേക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് അവരിപ്പോൾ നിങ്ങളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. അതിനെക്കുറിച്ച് അവർക്ക് എന്താ പറയുക, കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഡിലേ ആകുന്നത് തന്നെ. അവർ മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ അവർ കോൾ ചെയ്താൽ നിങ്ങൾ എടുക്കുമോ, നിങ്ങളെങ്ങനെ റെസ്പോണ്ട് ചെയ്യും, ഇപ്പോൾ നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യുമോ. അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് അവർക്ക് ഉണ്ട് എപ്പോഴും. ആൻഡ് നെക്സ്റ്റ് 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അവർ ഇപ്പോഴും ആ പാസ്റ്റിലുള്ള നിങ്ങളുമായിട്ടുള്ള ഒരു മൊമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഓർക്കുന്നുണ്ട്. നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങളുടെ പാർട്ട്ണർ മിസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്ത ഒരു ഗുഡ് മൊമെൻറ്റ്സ് അതൊക്കെ അവരിപ്പോഴും ഓർത്ത് തീർച്ചയായും നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്. ഇതുവരെയുള്ള റീഡിങ്സിൽ നിന്ന് നമുക്ക് ആ ഒരു റിയൂണിയൻ ഉള്ള ഒരു ചാൻസ് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങളായിട്ടുള്ള ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്.
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പേജ് ഓഫ് സ്പോർട്സ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ എന്താ പറയുക, ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ദേ മേ ബി സ്റ്റോക്കിങ് യുവർ, എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാകാം. അവർക്ക് ഭയമാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ഹാൻഡിൽ ചെയ്യും, നിങ്ങളെങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളൊരു ഭയമാണ് അവർക്കുള്ളത്. സോ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർ ആ ഒരു റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ നെക്സ്റ്റ് നമുക്ക് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഈ ഒരു കാർഡിൽ നമുക്ക് അവർക്കുള്ള ഒരു ഡീപ്പ് ഇമോഷൻസും എന്താ പറയുക, അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഒരു കിങ് എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയുക, കൺട്രോളിങ് പവർ. സോ അവർ ആ ഒരു ഇമോഷൻസിനെ അവർ കൺട്രോൾ ചെയ്ത് വെക്കുന്നതാണ്. ദേ റിയലി മിസ് യു, പക്ഷേ അത് അവർ എന്താ പറയുക, എക്സ്പ്രസ് ചെയ്യുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും, പക്ഷേ അവർ എക്സ്പ്രസ് ചെയ്യാത്തതാണ്. ബട്ട് ദേ ആർ ഡീപ്ലി മിസ്സിങ് യു. ആൻഡ് അവർക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങളോട് ലവ് ഉണ്ട്, കെയർ ഉണ്ട്, പക്ഷെ അവർ ആ ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ട് സ്ട്രഗിൾ ചെയ്യാണ് കറൻ്റ്ലി. ഓക്കെ, അതായത് നിങ്ങളെ പാർട്ട്ണർ ഇപ്പോൾ എന്താ പറയുക, ഇച്ചിരി ഡിസ്റ്റൻസ് വിട്ട് നിൽക്കുകയാണ്. ബട്ട് ദേ ആർ റിയലി ആക്ടിങ്. അവർ ആ ഒരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്യുന്നതാണ്, ബട്ട് അവരുടെ ഇമോഷൻസ് കാണിക്കാണ്ട് നിൽക്കുന്നതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അവർ എന്താ പോയി എന്നായിരിക്കും വിചാരിക്കുക, പക്ഷേ അവർക്കിപ്പോഴും നിങ്ങളായിട്ടുള്ള ഒരു എന്താ പറയുക കണക്ഷൻ ഇപ്പോഴും ഉണ്ട്. അവർ അപ്രോച്ച് ചെയ്യാത്തത് ഈ ഒരു കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സോ അവർ നിങ്ങളുമായിട്ടുള്ള ഒരു എന്താ പറയുക ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്, അതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ചാണ് നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനി അവരൊരു റീയൂണിയൻ വന്നു കഴിഞ്ഞാൽ അവർക്കത് എന്താ പറയുക, ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ, പെർമനൻ്റ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ഇതോടുകൂടിയാണ് അവരിനി നിങ്ങളിലേക്ക് വരുന്നത്. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അവർക്ക് ആ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു എൻഡിങ് വേണം, ഹാപ്പി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ഹോപ്പിൻ്റെ കാർഡാണ്. സോ ഒരു പ്രതീക്ഷയുണ്ട്. ആൻഡ് ഹീലിംഗ് കാർഡാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മറന്ന് അവർക്ക് ഒരുപാട് പ്രതീക്ഷയോട് കൂടി അവർ വെയിറ്റ് ചെയ്യണം നിങ്ങൾ ഒന്നും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി, റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഒരു ഡിവൈൻ ടൈമിങ്ങിൽ ഇതൊക്കെ നടക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട്. സോ ടെമ്പറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പേഷ്യൻസോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം, ആ ഒരു എന്താ പറയുക, ആ ഒരു നിമിഷത്തിന് വേണ്ടി അവരും വെയിറ്റ് ചെയ്യണം, ഒരു റൈറ്റ് മൊമെൻറ്റിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾ കാമായി, നിങ്ങൾ പേഷ്യൻസോട് കൂടി ഇരിക്കുക, ക്ഷമയോടുകൂടി ഇരിക്കുക. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വഴി ഫിക്സ് ചെയ്യുക, സമാധാനപരമായി ഫിക്സ് ചെയ്യുക. ഓക്കെ, ആൻഡ് നമുക്ക് ഫൈനലി 3 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ആ സെയിം ഇത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അവർ തീരുമാനം, നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റിയത് ഏസ് ഓഫ് വോൺസ് ആയിരുന്നു. അതായത് അവർ ഒരു കോണ്ടാക്റ്റിന് വേണ്ടി അവർ കോണ്ടാക്റ്റ് ചെയ്യാമെന്നൊരു തോട്ട് അവരിലേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് കാർഡ് വന്നിട്ട്. എന്നാൽ നമ്മൾ ലാസ്റ്റ് കാർഡ് നോക്കുമ്പോഴത്തേക്കും 3 ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ട്ണർ ആക്ഷൻ എടുക്കാൻ തയ്യാറായി നിൽക്കുന്നതായിട്ടാണ്. സോ ഓക്കെ, സോ നമുക്കിവിടെ ഒരു പോസിറ്റീവ് റീഡിങ്ങിൽ വന്നിരിക്കുന്നത് സൂൺ നിങ്ങൾക്കൊരു കോൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് പ്രതീക്ഷിക്കാം. അവർ ഡെഫിനറ്റ്ലി നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയന് വേണ്ടി അവരും വെയിറ്റ് ചെയ്യാണ്. ആൻഡ് നമുക്കിവിടെ ബോട്ടം ഓഫ് ദ ഡെക്കിൽ എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്. സോ എംപ്രസ് എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയുക, ഗ്രോത്തിൻ്റെയും ഒരു കെയർ, അട്രാക്ഷൻ, ഇതിൻ്റെയൊക്കെ ഒരു കാർഡാണ്. സോ അവരിനി നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഗോൾസോട് കൂടിയിട്ടാണ്. നിങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ ഇനി ഒരുപാട് ഇൻ ഡെപ്ത് ആയിട്ടായിരിക്കും. ആൻഡ്
ഷ്യൂർലി നമുക്കിവിടെ കിട്ടുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നതും ഒരു ഹൈ ചാൻസ് ഉണ്ട് അവർ ഉടനെ തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. ഓക്കെ, മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജിയാണ് ഈ റീഡിങ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ എനർജി നിങ്ങൾക്കും ഫീൽ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ക്ഷമയോടുകൂടി ഇരിക്കുക, വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ അപ്രോച്ച് ചെയ്യും. ഓക്കെ, നിങ്ങൾ അവർക്ക് എന്താ പറയുക, ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. അവർ നിങ്ങളിലേക്ക് വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ ടെക്സ്റ്റ് ചെയ്യുന്നില്ല, കോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, അവർ ആ ഒരു എന്താ പറയുക, ഒരു കറക്റ്റ് ഒരു മൊമെൻറ്റിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാണ്. സോ മൊത്തത്തിൽ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള റീഡിംഗാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ കാർഡ്സും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് കൺവേ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫേവറബിളായിട്ടുള്ളൊരു റീഡിംഗാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് യൂണിവേഴ്സിൽ നിന്നും എന്തെങ്കിലും ക്ലൂസ് ഉണ്ടോ എന്ന് നോക്കാം. few days, 4 Friday, in April, 13, 16, G, P, $30, next year, yes, morning, jealous, Thursday, listen actively, trust issues, 1, expectations, December, 3, express feelings, U, 22, 6, E, loyalty, Monday, February, healing time, past relationships, F, X, Saturday, miscommunication. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് വന്നിട്ടുള്ള ക്ലൂസ്. സോ ഇത് നിങ്ങൾക്ക് കണക്റ്റ് ആയെന്ന് വിചാരിക്കുന്നു. സോ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ്
ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.